ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ ബികോം ഇൻകം ടാക്സിൻ്റെ സെക്കൻഡ് മൊഡ്യൂളായിട്ടുള്ള ഇൻകം ഫ്രം സാലറി എന്നുള്ള ഒരു മൊഡ്യൂളിൻ്റെ ബാലൻസ് പോർഷനാണ്. മീൻസ് നമ്മൾ പെർക്വിസിറ്റ്സ് വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇനി എങ്ങനെയാണ് നമ്മൾ ഈ പെർക്വിസിറ്റ്സിനെ വാല്യൂ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങളത് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് പെർക്വിസിറ്റ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പെർക്വിസിറ്റ്സിൽ തന്നെ ടാക്സബിൾ പെർക്വിസിറ്റ്സ് ഉണ്ട്, ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് ഉണ്ട് അല്ലേ, ഇനി സ്പെസിഫൈഡ് കാറ്റഗറീസ് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്ന പെർക്വിസിറ്റ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ എന്താണ് പെർക്വിസിറ്റ്സ് എന്നുള്ളതോടെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഈ പെർക്വിസിറ്റ്സ് വാല്യൂ ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു പെർക്വിസിറ്റ്സ് വാല്യൂ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയണ്ടേ. എന്താണ് പെർക്വിസിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്ന, ഇറ്റ് മീൻസ് ഒരു അമ്യൂണിറ്റീസ്, ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ക്യാഷ് ഇൻ കൈൻഡ്സ് ഒക്കെ ആയിട്ട് വരാം അല്ലേ. അപ്പോൾ ഇത് എന്താണ്, ഇൻ അഡീഷൻ ടു ദെയർ സാലറി, അവരുടെ സാലറിൻ്റെ അധികമായിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ആക്ച്വലി പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. അത് മേ ബി എന്തായിരിക്കാം, എന്തെങ്കിലും ഫെസിലിറ്റീസ് ആയിരിക്കാം, എന്തെങ്കിലും അമ്യൂണിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാഷ് ആയിരിക്കാം, ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കാം, ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം. ഇങ്ങനെ എന്തെങ്കിലും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് പെർക്വിസിറ്റ്സ് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു പെർക്വിസിറ്റ്സിൻ്റെ വാല്യൂ നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് ആ പെർക്വിസിറ്റ്സിൻ്റെ വാല്യൂ കണക്കാക്കിയിട്ട് നമ്മുടെ സാലറിൻ്റെ കൂടെ അത് ആഡ് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ സാലറിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പെർക്വിസിറ്റ്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇത് സാലറിൻ്റെ ഹെഡിൽ നമുക്ക് ടാക്സബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എത്രത്തോളം നമുക്ക് ടാക്സബിൾ ആണ് എന്നുള്ളതാണ്, അതിനാണ് നമ്മളൊന്ന് വാല്യൂ ചെയ്യുന്നത്. എത്ര വാല്യൂ വരെ നമുക്ക് കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ റെൻറ്റ് ഫ്രീ ഹൗസ് ആണ് ഇതിൽ ഫസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ആണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസും പറയുന്നുണ്ട്, മറ്റ് എംപ്ലോയീസിൻ്റെ കേസും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് ഗവൺമെൻറ് എംപ്ലോയീസിന് ഗവൺമെൻറ് ഡിറ്റർമിൻ ചെയ്യുന്നൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ലൈസൻസ് ഫീ എന്ന് പറയാം. ആ ഒരു ലൈസൻസ് ഫീ ആണ് വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് പറയുന്നത്, റെസിഡൻഷ്യൽ അക്കോമഡേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇവിടെ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് അറിയോ, ഫ്ലാറ്റ് ഉണ്ടാവാം, ഫാം ഹൗസ് ഉണ്ടാവാം, ഹോട്ടൽ ഉണ്ടാവാം, ഗസ്റ്റ് ഹൗസ് ഉണ്ടാവാം, സർവീസ് അപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവാം, ക്യാരവാൻ ഉണ്ടാവാം, ഷിപ്പ് അല്ലെങ്കിൽ അതർ ഫ്ലോട്ടിംഗ് സ്ട്രക്ചേഴ്സ് ഒക്കെ വരും ഇതിൽ അക്കോമഡേഷൻ എന്ന് പറയുന്ന ആ ഒരു ഗണത്തിൽ. ഇനി എന്താണ് ഇവിടെ ഫർണിച്ചർ എന്ന് പറയുന്നത്? ഫർണിച്ചർ എന്ന് പറയുന്നത് ഇവിടെ ജസ്റ്റ് ചെയേഴ്സ് മാത്രമല്ല, ഇവിടെ വരുന്നത് നമ്മുടെ ടെലിവിഷൻ സെറ്റ്സ്, റേഡിയോ സെറ്റ്സ്, റെഫ്രിജറേറ്റർ, അതർ ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് ഉണ്ടാവുമല്ലോ, അത് എയർ കണ്ടീഷനിങ് പ്ലാന്റ്സ് ഓർ എക്യുപ്മെൻറ്റ്സ് ഓർ അതർ സിമിലർ അപ്ലയൻസസ് ഓർ ഗാഡ്ജറ്റ്സ്, ഇതൊക്കെ എന്തിലാണ് വരുന്നത്, ഫർണിച്ചർ എന്നുള്ള ഗണത്തിലാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇനി ആദ്യം പറയുന്നത് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസാണ്. ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ ലൈസൻസ് ഫീ ആസ് പെർ ഗവൺമെൻറ് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്, അതാണ് ലൈസൻസ് ഫീ എന്ന് പറയുന്നത്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. അതാണ് എന്തെന്ന് പറയുന്നത്, ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഈ ഒരു ഹൗസ് എന്ന് പറയുന്നത് ഫേർണിഷ്ഡ് ഹൗസാണ് ആൻഡ് ഗവൺമെൻറ് എംപ്ലോയി ആണ് എന്നൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഫേർണിഷ്ഡ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീട്ടിൽ 2 ചെയർ കൊണ്ടുപോയിട്ടാൽ അല്ലെങ്കിൽ 2 കസേര കൊണ്ടുവന്നിട്ടാൽ അതെന്തല്ല, ഫേർണിഷ്ഡ് ഹൗസ് അല്ല. ഫേർണിഷ്ഡ് ഹൗസ് എന്ന് പറയുന്നത് അവിടെ മേ ബി ഈ ഒരു എംപ്ലോയർ ടെലിവിഷൻ സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവാം, റേഡിയോ സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹൗസ് ഹോൾഡ് എക്യുപ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവാം, ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവാം. ഇതൊക്കെ എന്തിൽ വരുന്നതാണ്, ഫേർണിഷ്ഡ് ഹൗസിൽ വരുന്നതാണ്. അപ്പോൾ എത്രയാണ് നമുക്ക് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ എന്നുള്ളത് എന്തിൽ തന്നിട്ടുണ്ടാവും, കോസ്റ്റ് ഓഫ് ഫർണിഷിങ് എത്രയാണ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കോസ്റ്റിൻ്റെ 10% കൂടെ ഇവിടെ എന്താണ്, വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സിൽ വരും. ഒന്നുകൂടെ പറയാം, നമുക്ക് നൽകിയിട്ടുള്ളത് ഗവൺമെൻറ് എംപ്ലോയി ആണ് ആൻഡ് നമ്മളൊരു ഗവൺമെൻറ് എംപ്ലോയി ആണ് ആൻഡ് ഗവൺമെൻറ് എംപ്ലോയി ആവുന്ന സമയത്ത് നമ്മുടെ എംപ്ലോയർ നമുക്ക് നൽകിയത് എന്തായിരുന്നു, ഒരു ഫർണിഷ്ഡ് ഹൗസ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ലൈസൻസ് ഫീ ഡിറ്റർമിൻ ബൈ ദ ഗവൺമെൻറ് ഡിറ്റർമിൻ ചെയ്യുന്ന ലൈസൻസ് ഫീ ഉണ്ടാവും, അതിൻ്റെ കൂടെ അതൊരു ഫർണിഷ്ഡ് ഹൗസ് ആയതിനാൽ 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ. ഓക്കെ, 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ആണ് എന്തിൽ വരുന്നത്, നമ്മുടെ ഈ ഒരു വാല്യൂ ഓഫ് അക്കോമഡേഷനിൽ വരുന്നത്, മീൻസ് ഓഫ് പെർക്വിസിറ്റ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. ഇൻ ദ കേസ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയിൻ്റെ കേസ് ഒന്നുകൂടെ പറയാണ്, ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ലൈസൻസ് ഫീ പ്ലസ് 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ. ഓക്കെ, ഇതാണ് എന്തിൽ വരുന്നത്, ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സിൽ വരുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി നമ്മൾ പറയുന്നത് മറ്റ്
മറ്റ് എംപ്ലോയീസിൻ്റെ കേസാണ്. മറ്റ് എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേഴ്സ് മീൻസ് എന്താണ്, ഗവൺമെൻറ് എംപ്ലോയീസ് എല്ലാവരും അവരുടെ കേസാവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്തു, നമ്മുടെ എംപ്ലോയർ, നമ്മൾ ഗവൺമെൻറ് എംപ്ലോയീസ് അല്ല, നമ്മൾ മറ്റൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിയാണ്, ഗവൺമെൻറ് എംപ്ലോയി അല്ല നമ്മൾ. ബട്ട് നമ്മുടെ ഓണർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അക്കോമഡേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തുണ്ട്, നമുക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അക്കോമഡേഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹൗസ് ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയറിൻ്റെ സ്വന്തമാണ്. മീൻസ് നമ്മുടെ എംപ്ലോയർ ഓൺ ചെയ്യുന്നതാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, മനസ്സിലായ മക്കളെ, നമ്മൾ ഗവൺമെൻറ് എംപ്ലോയി അല്ല, അതർ എംപ്ലോയിയാണ്. ആൻഡ് നമ്മുടെ എംപ്ലോയർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അക്കോമഡേഷൻ ഫെസിലിറ്റി അതല്ലെങ്കിൽ ഹൗസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഹൗസ് എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയർ ഓൺ ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിൽ, നമ്മുടെ എംപ്ലോയർ ഓൺ ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക പെർസെൻറ്റേജ് ഓഫ് സാലറി ബേസ്ഡ് ഓൺ സിറ്റി പോപ്പുലേഷൻ. മീൻസ് നമ്മൾ ആ നിൽക്കുന്ന ആ ഒരു പോപ്പുലേഷനിലെ സിറ്റിയിലെ ആ സിറ്റിയിലത്തെ പോപ്പുലേഷൻ ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗവൺമെൻറ് എംപ്ലോയി അല്ല, അതർ എംപ്ലോയി ആണ്. ആൻഡ് നമുക്ക് നമ്മുടെ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്ന അക്കോമഡേഷൻ അല്ലെങ്കിൽ ഹൗസ് എന്ന് പറയുന്നത് ഓൺ ബൈ നമ്മുടെ എംപ്ലോയർ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ സാലറിൻ്റെ പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ആയിരിക്കും നമ്മൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് ആയിട്ട് കണക്കാക്കുക. അതെങ്ങനെയാണ് സാലറിൻ്റെ എത്ര പെർസെൻറ്റേജ് കണക്കാക്കുക, ബേസ്ഡ് ഓൺ ദ പോപ്പുലേഷൻ ഓഫ് ദറ്റ് സിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലിവ് ചെയ്യുന്ന സിറ്റിയിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 14 lakhന് എബോവ് ആണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ 14 lakhന് എബോവ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സാലറിൻ്റെ 10% ആയിരിക്കും എന്തെന്ന് പറയുന്നത്, വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ സാലറിൻ്റെ 10% ആയിരിക്കും എന്തെന്ന് പറയുന്നത്, വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പറയുന്നത് നമ്മൾ ലിവ് ചെയ്യുന്ന ആ ഒരു സിറ്റി ഉണ്ടല്ലോ, ആ സിറ്റീസിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 15 lakhനും 14 lakhനും ഇടയിലാണ് എന്നുണ്ടെങ്കിൽ, 15 to 14 lakhന് ഇടയിലാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സാലറിൻ്റെ 7.5% ആയിരിക്കും വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. അതായത് നമ്മൾ ലിവ് ചെയ്യുന്ന ആ ഒരു സിറ്റി ഉണ്ടല്ലോ, ആ ഒരു സിറ്റിയിലെ പോപ്പുലേഷൻ 14 lakhന് എബോവ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സാലറിൻ്റെ 10%. ഓക്കെ, ഇനി 15 lakh to 14 lakhന് ഇടയിലാണ് അവിടെ പോപ്പുലേഷൻ വരുന്നത് എന്നുണ്ടെങ്കിൽ 7.5% ഓഫ് അവർ സാലറി. ഓക്കെ, ഇനി വരുന്നതെന്ന് പറയുന്നത് 15 lakhന് താഴെയാണ് അവിടെ പോപ്പുലേഷൻ വരുന്നത് എന്നുണ്ടെങ്കിൽ, 15 lakhന് താഴെയാണ് ആ സിറ്റിയിലെ പോപ്പുലേഷൻ എന്നുണ്ടെങ്കിൽ സാലറിൻ്റെ 5% ആയിരിക്കും എന്തെന്ന് പറയുന്നത്, വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് റെൻറ്റ് ഫ്രീ ഹൗസ് മീൻസ് എന്താണ്, അക്കോമഡേഷൻ്റെ കേസാണ്, റെസിഡൻഷ്യൽ അക്കോമഡേഷൻ്റെ കേസാണ്. ഇവിടെ ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അവർ ലൈസൻസ് ഫീ പ്ലസ് അത് ഫർണിഷ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ആയിരിക്കും എന്ത്, വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫർണിഷ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഗവൺമെൻറ് എംപ്ലോയി ആണ്, ഫർണിഷ് ചെയ്തിട്ടൊന്നുമില്ല എന്നുണ്ടെങ്കിൽ എന്ത് തന്നെ വരുള്ളൂ, ലൈസൻസ് ഫീ മാത്രമേ വരുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് മറ്റ് എംപ്ലോയീസിൻ്റെ കേസാണ്. ആൻഡ് ആ ഒരു മറ്റ് എംപ്ലോയീസിന് എംപ്ലോയർ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ അക്കോമഡേഷൻ ഓൺ ബൈ ദ എംപ്ലോയർ ആണ് എന്നുണ്ടെങ്കിൽ, എംപ്ലോയറിൻ്റെ സ്വന്തമാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റിയിലുള്ള പോപ്പുലേഷൻ്റെ ബേസിലായിരിക്കും എന്തെന്ന് പറയുന്നത്, വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് നമ്മൾ കണക്കാക്കുന്നത്. അതായത് പോപ്പുലേഷൻ അനുസരിച്ച് നമ്മുടെ സാലറിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഇവിടെ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. മീൻസ് പെർസെൻറ്റേജ് ഓഫ് സാലറി ബേസ്ഡ് ഓൺ സിറ്റി പോപ്പുലേഷൻ. അപ്പോൾ നമ്മൾ ഇതിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 14 lakhന് എബോവ് ആണ് എന്നുണ്ടെങ്കിൽ 10% ഓഫ് സാലറിയാണ് എന്തെന്ന് പറയുന്നത്, പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി പോപ്പുലേഷൻ എന്ന് പറയുന്നത് 15 lakh to 14 lakh ആണെന്നുണ്ടെങ്കിൽ 7.5% ഓഫ് സാലറിയാണ് എന്തെന്ന് പറയുന്നത്, പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി 15 lakhന് താഴെയാണ് എന്നുണ്ടെങ്കിൽ, അതാണ് അതർ കേസസ് എന്ന് പറയുന്നത് കേട്ടോ, 15 lakhന് താഴെയാണ് എന്നുണ്ടെങ്കിൽ 5% ഓഫ് സാലറി ആയിരിക്കും വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പറയാനുള്ളത് നമ്മൾ ഗവൺമെൻറ് എംപ്ലോയി ഒന്നല്ല, അതർ എംപ്ലോയി ആണ്. ബട്ട് നമുക്ക് നമ്മുടെ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹൗസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ആ ഒരു പ്രൊവൈഡ് ചെയ്യുന്ന അക്കോമഡേഷൻ എന്ന് പറയുന്നത് ടേക്കൺ ഓൺ ലീസ് ഓർ റെൻറ്റ് ഓൺ ബൈ ദ എംപ്ലോയർ. എംപ്ലോയർ ലീസിന് എടുത്തിട്ടുള്ളതോ അതല്ലെങ്കിൽ എംപ്ലോയർ റെൻറ്റിന് എടുത്തിട്ടുള്ളതോ ആയിട്ടുള്ള അക്കോമഡേഷനാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഇവിടെ എത്രയാണോ എംപ്ലോയർ ആക്ച്വൽ റെൻറ്റ് കൊടുക്കുന്നത്, എത്രയാണോ എംപ്ലോയർ ആ അക്കോമഡേഷന് ആക്ച്വൽ റെൻറ്റ് കൊടുക്കുന്നത്, ആ റെൻറ്റോ അല്ലെങ്കിൽ 10% ഓഫ് സാലറിയോ ആയിരിക്കും എന്തെന്ന് പറയുന്നത് വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു അതർ എംപ്ലോയി കണത്തിൽ വരുന്ന എംപ്ലോയീസ് ആണെന്ന് കരുതുക. നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അക്കോമഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയർ
റെൻറ്റിന് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയർ ലീസിന് എടുത്തിട്ടുള്ള ഒരു അക്കോമഡേഷനാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എത്രയാണോ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്ന ആക്ച്വൽ റെൻറ്റ് ഫോർ ദ അക്കോമഡേഷൻ ഓർ എത്രയാണോ നമ്മുടെ സാലറിൻ്റെ 10% ഇതായിരിക്കും എന്തെന്ന് പറയുന്നത്, ഇതിലേതാണോ ചെറുത് അതായിരിക്കും എന്തെന്ന് പറയുന്നത് വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആക്ച്വൽ റെൻറ്റ് നമ്മുടെ എംപ്ലോയർ കൊടുക്കുന്നത് ഒരു 10,000 ആണെന്ന് കരുതുക. ഓക്കെ, എത്രയാണ് 10,000 ആണെന്ന് കരുതുക. ഓർ നമ്മുടെ സാലറിൻ്റെ 10% എന്ന് പറയുന്നത് എത്രയാണ് 50,000 ആണ് എന്നുണ്ടെങ്കിൽ ഇതിലേതാണോ ചെറുത് അതായിരിക്കും എന്ത് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ ആക്ച്വൽ റെൻ്റ് എന്ന് പറയുന്നത് 10,000 ആൻഡ് നമ്മുടെ സാലറിൻ്റെ 10% എന്ന് പറയുന്നത് എത്രയാണ് 50,000. ഇതിലേതാണോ ചെറുത് അതായിരിക്കും എന്തെന്ന് പറയുന്നത് വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. ഏത് കേസിൽ നമ്മൾ ഗവൺമെൻറ് എംപ്ലോയി അല്ല, ആൻഡ് നമ്മുടെ എംപ്ലോയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അക്കോമഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയർ ലീസിനോ റെൻറ്റിനോ എടുത്തിട്ടുള്ള ഒരു അക്കോമഡേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കേസിലാണ് നമ്മൾ വാല്യൂ ഓഫ് അക്കോമഡേഷൻ അല്ലെങ്കിൽ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ്റെ കേസിൽ നമുക്ക് അറിയാനുള്ള കാര്യങ്ങൾ കേട്ടോ. ഇനി റെസിഡൻഷ്യൽ അക്കോമഡേഷൻ്റെ കേസിൽ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി അറിയാനുണ്ട്. അതായത് ചില സമയത്ത് എംപ്ലോയീസിനെ ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യം വരലുണ്ട് അല്ലേ. അതായത് എംപ്ലോയീസിനെ നമുക്ക് എന്തിനെങ്കിലും അവരെ എവിടേക്കോലും മാറ്റേണ്ടതായിട്ട് വരും അല്ലേ. എന്തിനാണ് അങ്ങനെ വരുന്നത്? ഇപ്പോൾ എന്തെങ്കിലും ഒരു സർവീസ് നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെന്ന് കരുതാം കേട്ടോ. നമ്മൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയി ആണെന്ന് കരുതാം. നമ്മൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിയാണ്. അപ്പോൾ നമ്മളെ ചെന്നൈയിലോട്ട് മാറ്റാൻ നമ്മുടെ എംപ്ലോയർ എന്ത് ചെയ്തു, ഡിസൈഡ് ചെയ്തു. മീൻസ് എന്തിനാ, അവിടെ നമുക്കൊരു പ്രോഗ്രാം ഉണ്ട് റിലേറ്റഡ് ടു ഹവർ കമ്പനി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമ്മളെ ചെന്നൈയിലോട്ട് മാറ്റുക. അപ്പോൾ ചെന്നൈയിൽ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ നമുക്ക് അക്കോമഡേഷൻ ഫെസിലിറ്റീസൊക്കെ നമ്മുടെ എംപ്ലോയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് കരുതുക. ഹോട്ടൽ ഫെസിലിറ്റീസാണ് നമ്മുടെ എംപ്ലോയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് കരുതുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കേസാണ് ഇനി പറയുന്നത്. അതിൻ്റെ കേസാണ് പറയുന്നത്, ശ്രദ്ധിച്ച് കേട്ടോണം. നമ്മൾ പറയുന്നത് അക്കോമഡേഷൻ പ്രൊവൈഡഡ് ഇൻ ഹോട്ടൽ, അക്കോമഡേഷൻ പ്രൊവൈഡഡ് ഇൻ ഹോട്ടൽ. ഓക്കെ, അതിൻ്റെ നോട്ട് ഞാൻ ഈ ഒരു നോട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. പ്രൊവൈഡഡ് ഇൻ ഹോട്ടൽ, അക്കോമഡേഷൻ പ്രൊവൈഡഡ് ഇൻ ഹോട്ടൽ. ക്ലിയർ അല്ലേ? എന്താണ്, ഒന്ന് ഹെഡിങ് കൊടുത്തോളൂ നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതുന്നുണ്ടെങ്കിൽ. അക്കോമഡേഷൻ പ്രൊവൈഡഡ് ഇൻ ഹോട്ടൽ. അപ്പോൾ ഹോട്ടലിൽ പ്രൊവൈഡ് ചെയ്യുന്ന അക്കോമഡേഷനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ കേസിൽ ഇവർ കണക്ഷൻ ടു ട്രാൻസ്ഫർ ആണ് ആൻഡ് ഇവർ 15 ഡേയ്സിനേക്കാൾ താഴെയാണ് ആ ഹോട്ടലിൽ നിന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്താണ് ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. മീൻസ് അവിടെ വാല്യുവേഷൻ ഓഫ് പെർക്വിസിറ്റ്സ് നില്ലാണ് വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ അതർ കേസ് പറയുകയാണ് എന്നുണ്ടെങ്കിൽ മീൻസ് 50 ഡേയ്സിനേക്കാൾ കൂടുതലാണ് അവരവിടെ നിന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് എത്രയാണെന്നറിയോ, 24% ഓഫ് സാലറി. എന്താണ് 24% ഓഫ് സാലറി. ഓക്കെ, അതായത് ആ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ലഭിക്കുന്ന സാലറി ഇല്ലേ അതിൻ്റെ 24%. അതല്ലെങ്കിൽ ആക്ച്വലായിട്ട് എത്രയാണോ ആ ഹോട്ടലിൽ ചാർജ് വന്നിട്ടുള്ളത്, ആക്ച്വലായിട്ട് എത്രയാണോ ആ ഹോട്ടലിൽ ചാർജ് വന്നിട്ടുള്ളത് ഇതിലേതാണോ ചെറുത് അതായിരിക്കും എന്തെന്ന് പറയുന്നത് വാല്യൂ ഓഫ് അക്കോമഡേഷൻ എന്ന്, അല്ലെങ്കിൽ വാല്യൂ ഓഫ് അക്കോമഡേഷൻ അല്ലെങ്കിൽ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ് അക്കോമഡേഷൻ പ്രൊവൈഡഡ് ഇൻ ഹോട്ടലാണ്. ഇങ്ങനെ ഹോട്ടലിൽ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് എംപ്ലോയീസിന് നമ്മൾ ഹോട്ടലിൽ അക്കോമഡേഷൻ കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതോ അതല്ലാന്നുണ്ടെങ്കിൽ അവർ ആ ഹോട്ടലിൽ 15 ഡേയ്സിനേക്കാൾ താഴെയാണ് നിന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് നില്ലാണ് വാല്യൂ ഓഫ് അക്കോമഡേഷൻ അല്ലെങ്കിൽ പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത് നില്ലായിരിക്കും. ഇനി ഇതല്ല മറ്റ് കേസസിൽ മീൻസ് എന്താണ് എംപ്ലോയീസിന് ഇങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തില്ലേ, അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ബട്ട് അത് 15 ഡേയ്സിനേക്കാൾ കൂടുതൽ നിന്നിട്ടുണ്ട് എന്നൊക്കെയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എംപ്ലോയീസിന് നമ്മൾ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടൊന്നല്ല അക്കോമഡേഷൻ ഇൻ ഹോട്ടലായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും 24% ഓഫ് ദെയർ സാലറി ഡ്യൂറിങ് ദ അക്കോമഡേഷൻ ഈസ് പ്രൊവൈഡഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു സച്ച് അക്കോമഡേഷൻ ഈസ് പ്രൊവൈഡഡ് അവിടെയുള്ള എന്തെന്ന് പറയണോ 24% ഓഫ് ദെയർ സാലറി. അതല്ലെങ്കിൽ ആക്ച്വലായിട്ട് എത്രയാണോ ഹോട്ടലിന് ചാർജ് വന്നിട്ടുള്ളത് അത് ഇതിലേതാണോ ചെറുത് അതായിരിക്കും എന്തെന്ന് പറയുന്നത് വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയണോ ഇനി അതിന്? ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാലറിൻ്റെ 24% എന്ന് പറയുന്നത് ഒരു 24,000 ആൻഡ് അവിടെ ആക്ച്വൽ റെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നത് ഒരു 50,000 ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയാണ്, ഏതാണ് ചെറുത്? 24% ഓഫ് അവർ സാലറി അല്ലേ. അപ്പോൾ ഇതായിരിക്കും എന്തെന്ന് പറയുന്നത്
വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് ഓർ വാല്യൂ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഈ ഒരു പറഞ്ഞിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിയർ ആണോ? വാല്യുവേഷൻ ഓഫ് പെർക്വിസിറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പെർക്വിസിറ്റ്സിൻ്റെ വാല്യൂ കാണുകയും അതിനെ സാലറിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ലൈസൻസ് ഫീ ആയിരിക്കും വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു ലൈസൻസ് ഫീൻ്റെ കൂടെ അത് ഫർണിഷ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. ആൻഡ് മറ്റ് എംപ്ലോയീസിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ ഇവിടെ സാലറി ഈസ് ബേസ്ഡ് ഓൺ സിറ്റി പോപ്പുലേഷൻ ആണ്. മീൻസ് എങ്ങനെയാണ് എംപ്ലോയറാണ് ആ ഒരു അക്കോമഡേഷൻ ഓൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ, അവിടെ നമ്മുടെ പോപ്പുലേഷൻ വരുന്നത് 14 ലാഖിന് കൂടുതലാണ് സിറ്റിയിലെ പോപ്പുലേഷൻ എന്നുണ്ടെങ്കിൽ 10% ഓഫ് സാലറി. ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 15 ലാഖ് ടു 14 ലാഖ് ആണ് എന്നുണ്ടെങ്കിൽ 7.5% ഓഫ് സാലറി. ആൻഡ് ഇനി മറ്റ് ഏരിയാസാണ്, മീൻസ് എന്താണ് 15 ലാഖിന് താഴെയാണ് പോപ്പുലേഷൻ എന്നുണ്ടെങ്കിൽ 5% ഓഫ് സാലറി ആയിരിക്കും എന്തെന്ന് പറയുന്നത് വാല്യൂ ഓഫ് അക്കോമഡേഷനായിട്ട് കണക്കാക്കുക. ഇനി നമ്മൾ അതർ എംപ്ലോയി തന്നെയാണ് ആൻഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അക്കോമഡേഷൻ എന്ന് പറയുന്നത് റെൻറ്റ് ഇതൊക്കെ അല്ലെങ്കിൽ ലീസ് ഇതൊക്കെ ആണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ എംപ്ലോയർ എന്നുണ്ടെങ്കിൽ ആ റെൻറ്റ് എത്രയാണ് അല്ലെങ്കിൽ ആക്ച്വൽ ലീസ് റെൻറ്റ് എത്രയാണ് അതേ അല്ലെങ്കിൽ 10% ഓഫ് സാലറി വിച്ച് എവർ ഈസ് ലെസ് ഈസ് കൺസിഡേർഡ് എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഹോട്ടലിൻ്റെ കേസാണ്. ഹോട്ടലിലോട്ട് എംപ്ലോയീസിനെ മാറ്റുന്ന സമയത്ത് അവർ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടാണ് എന്നുണ്ടെങ്കിൽ ആൻഡ് അവർ സ്റ്റേ ചെയ്യുന്നത് 15 ഡേയ്സിന് താഴെ എന്നുണ്ടെങ്കിൽ അവരുടെ എന്താണ് ടാക്സ് നില്ലാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവർ അതർ പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതർ കേസസ് ആണ് എന്നുണ്ടെങ്കിൽ 24% ഓഫ് ദെയർ സാലറി ഓർ ആക്ച്വൽ ഹോട്ടൽ ബിൽ എത്രയാണോ ഹോട്ടൽ ചാർജ് എത്രയാണോ ഇതിലേതാണോ ചെറുത് അതാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത് വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇത് ക്ലിയർ ആണോ? ഇപ്പോൾ തന്നെ നമ്മളിനി മറ്റൊരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ഈ വാല്യുവേഷൻ ഓഫ് ഹൗസ് ഉണ്ടല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ടെക്സ്റ്റിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് കാണാനുള്ളത്. അപ്പോൾ ആ ഒരു 3 ക്വസ്റ്റ്യനും ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് മറ്റ് പോർഷനിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പോർഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പറയുന്ന ഇൻകം ടാക്സിൻ്റെ ഈ ഒരു പെർക്വിസിറ്റ്സിൻ്റെ പോർഷൻ ഉണ്ടല്ലോ ക്ലിയർ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ. ബിക്കോസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ കേസ് നമ്മൾ പറഞ്ഞ സമയത്ത് അതിൽ പാർട്ട് 10 ആണെന്ന് തോന്നുന്നു അതിൽ ലാസ്റ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തിനാ? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. അത് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് നിങ്ങളോട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമോ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുമോ? ചെയ്തിട്ട് ഒന്നെങ്കിൽ ആൻസർ അവിടെ കമൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക പേഴ്സണലായിട്ട് വിട്ടുതരാനോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് നോ ബഡി അല്ലെങ്കിൽ ഒരാൾ പോലും നമുക്ക് എന്ത് ചെയ്തിട്ടുള്ള ഒരു കമൻറ്റ് അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് റിപ്ലൈ അയച്ചു തരികയോ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിനർത്ഥം എന്താണ്? നിങ്ങളിത് മുഴുവനായിട്ട് കാണുന്നില്ല ഓർ നിങ്ങൾക്ക് ഈ ഒരു ഇൻകം ടാക്സിൻ്റെ ക്ലാസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഞാനതിൽ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് റിവിഷൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാം. ബട്ട് ആ ഒരു ഫ്രീ ആയിട്ട് റിവിഷൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിന് മുമ്പ് ഫ്രീ ആയിട്ട് റിവിഷൻ ക്ലാസ്സസ് കൊടുക്കാറുണ്ടായിരുന്നു സ്റ്റുഡൻസിന്. അപ്പം അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് പാസ്സായി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യാറുണ്ടായിരുന്നു. ബട്ട് അന്നും ഞാൻ നിങ്ങളോട് ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻസ് ഒന്നും വെക്കാറുണ്ടായിരുന്നില്ല ഓക്കെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത്. ബട്ട് ഇപ്പോൾ മുതൽ ഒരു കണ്ടീഷൻ ഉണ്ട്. അത് പേയ്മെൻറ്റിൻ്റെ കേസൊന്നുമല്ല. ബട്ട് നിങ്ങൾക്ക് ഇനി ഒരു ക്ലാസ്സിൽ മെമ്പർ ആവണം, ക്ലാസ്സിൽ ജോയിൻ ആവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ സബ്സ്ക്രൈബർ ആവണം എന്നുള്ള ചെറിയൊരു കണ്ടീഷനേ ഉള്ളൂ. ജസ്റ്റ് ഒരു ടച്ചിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. ഒരു ചെറിയൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നുള്ളതിന് വേണോ വേണ്ടേ എന്നുള്ള ആ ഒരു ചിന്തയിലാണ്. ബിക്കോസ് നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിരിക്കുമല്ലേ. അപ്പോൾ എക്സാം മിക്കവാറും വരാനും ചാൻസ് ആയല്ലോ. അപ്പോൾ അത് കാരണം അതിന് മുമ്പ് നമുക്ക് റിവിഷൻ കഴിയണ്ടേ. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ റിപ്ലൈ തരുവാണെങ്കിൽ എത്രയും നേരത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം നമുക്ക് അപ്ലോഡ് ചെയ്യണം. ഇതിൻ്റെ പ്രോബ്ലത്തിലോട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോകണം. ഓക്കെ, എന്നാലേ ഈ പെട്ടെന്ന് തന്നെ ഇത് മനസ്സിലാവണം. ബിക്കോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അറിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് വന്നിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എന്നാലും ചെറിയൊരു ടച്ച് വിടും. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് നമുക്ക് കാണാപ്പാഠം പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റുള്ള കോൺസെപ്റ്റ് ക്ലിയർ ആക്കി പോകാനുള്ള സബ്ജക്റ്റാണ്. ഓക്കെ, അപ്പം അത് ഓർത്തെടുക്കാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഗവൺമെൻറ് എംപ്ലോയി ഇങ്ങനെ പറഞ്ഞ് പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. പകരം ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ എന്താണ്
അവർക്ക് ലൈസൻസ് ഫീ. ലൈസൻസ് ഫീ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗവൺമെൻറ് ഡിറ്റർമിൻ ചെയ്യുന്നൊരു വാല്യൂ ആണ് അല്ലേ. ഇപ്പോൾ അങ്ങനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഹൗസ് കൂടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഹൗസിന് എത്രയാണോ കോസ്റ്റ് വന്നിട്ടുള്ളത് ആ കോസ്റ്റിൻ്റെ 10% കൂടെ നമ്മൾ എന്തായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ലൈസൻസ് ഫീൻ്റെ കൂടെ ഈ 10% ഓഫ് കോസ്റ്റ് ഉണ്ടല്ലോ, കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഉണ്ടല്ലോ, അതുകൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് കേട്ടോ.